ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരുവെഴുത്തിൽ കൂടെ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇത്തരണത്തിൽ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്തിയർ 1:7. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം സന്തോഷത്തോടെ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചു കേൾക്കപ്പെട്ട വേദവാക്യം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വചനമാണ്. അപ്പോസ്തലനായ പൗലോസ് എന്ന വിശ്വപ്രസിദ്ധ സ്ലീഹൻ, ലോക പ്രശസ്ത അപ്പോസ്തലൻ, താന് അനുഗ്രഹിക്കപ്പെട്ട നിരവധി ലേഖനങ്ങൾ രചിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ കരങ്ങളിലെടുത്തു. താൻ രചിച്ച എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ റോമർ, 1-2 കൊരിന്തിയർ, ഗലാത്തിയർ തുടങ്ങിയ അനുഗ്രഹീതമായ 4 ലേഖനങ്ങൾ രക്ഷാതത്വ ശാസ്ത്രപരം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വളരെ ആധികാരികമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ ലേഖനങ്ങൾ. പൗലോസ് ലേഖനത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലമോന്റെ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ വ്യക്തികൾക്കെഴുതിയതാണ്. തിമോത്തിയോസ്, തീത്തോസ്, ഫിലമോൻ എന്നീ കഥാപാത്രങ്ങൾക്ക് എഴുതിയ വ്യക്തിപരമായുള്ള ലേഖനങ്ങളാണ് ഈ 4 ലേഖനങ്ങൾ. മറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച കൊരിന്ത്യർക്കെഴുതിയ ലേഖനങ്ങളും, റോമാലേഖനം, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ഇത്യാദി ലേഖനങ്ങൾ ഓരോ സ്ഥലത്തുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി, സ്ഥലസഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്. എന്നാൽ പേരില്ലാത്ത, എഴുത്തുകാരൻ്റെ പേരില്ലാത്തൊരു ലേഖനമാണ് എബ്രായ ലേഖനം. അതുകൊണ്ട് ആ ലേഖനത്തെക്കുറിച്ച് ഇന്നും വ്യത്യസ്ത ആശയങ്ങളാണ് വേദശാസ്ത്രികളുടെ നടുവിലുള്ളത്. പൗലോസ് ആണെന്നും അല്ല എന്നും വാദിക്കുന്ന 2 കൂട്ടർ സമൂഹത്തുണ്ട്. ഈ രാത്രി നമുക്കത് നമ്മുടെ ചിന്താ വിഷയമല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ന്യായമായിട്ട് ആ ലേഖനം കൈകാര്യം ചെയ്യുമ്പോൾ അത് പൗലോസാണ് രചിച്ചത് എന്നുള്ളതിന് ന്യായമായ തെളിവുകൾ അതിനകത്തുണ്ട്, തൻ്റെ പേരില്ലെങ്കിലും. ആ ലേഖനം പേരഡ്രസ്സ് കൂടാതെ എഴുതുവാനൊരു കാരണമുണ്ട്. എഴുത്തുകാരനായ പൗലോസിൻ്റെ അകത്തളത്തിൽ നിറഞ്ഞു നിന്ന ചിന്ത യേശുക്രിസ്തു സാക്ഷാൽ രക്ഷകനാണ്, ദൈവമാണ്, അവൻ മഹാനാണ്, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും തൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട എബ്രായർ ആ വസ്തുത അറിയണം. അത് പൗലോസിൻ്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയപ്പോൾ തൻ്റെ പേരോ പശ്ചാത്തലമോ ആ ലേഖനത്തിൽ താൻ ഉൾക്കൊള്ളിച്ചില്ല. ഒരുപക്ഷെ തൻ്റെ പേരും സാഹചര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയാൽ എബ്രായ സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ ഈ ലേഖനം എടുക്കുവാനും വായിക്കുവാനും സാധ്യത വളരെ കുറവാണ്. അത് വരാതിരിപ്പാൻ ബുദ്ധിപൂർവം തൻ്റെ പേര് ആ ലേഖനത്തിൽ ചേർത്തിട്ടില്ല എന്നാണ് വേദശാസ്ത്രികളിൽ ഒരു കൂട്ടർ വാദിക്കുന്നതും അവകാശപ്പെടുന്നതും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പൗലോസ് ലേഖനങ്ങളിലൂടെ നമ്മളൊരു യാത്ര നടത്തുമ്പോൾ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ വളരെ വളരെ പ്രാധാന്യം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന നാളും നാഴികയും വളരെ ജാഗരൂകരായി ജീവിച്ച് ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള പ്രത്യാശയേറിയ വാക്കുകൾ പൗലോസ് തൻ്റെ ലേഖനത്തിൽ കൂടെ നൽകുന്നുണ്ട്. ആ പ്രത്യാശയേറിയ വാക്കുകൾക്കാണ്
പൗലോസ് ഊന്നൽ കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. പൗലോസ് പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നാണ്. അവിടെ ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവെന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ യേശു അവതരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെട്ടു. അത് മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ ലോകത്തിൽ അവതരിച്ച ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിൽ രക്ഷകനായി അവതരിക്കുകയും 33.5 കൊല്ലം ഈ ഉലകത്തിൽ ജീവിക്കുകയും 30-ാമത്തെ തിരുവയസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ തക്കവണ്ണം ഗലീലയിൽ നിന്നും യോർദാൻ വരെ കാൽനടയായി യാത്ര ചെയ്ത് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റിക്കൊണ്ട് തുടർന്നുള്ള 3.5 കൊല്ലം ദേശത്തിൻ്റെ നെടുകയും കുറുകയും സഞ്ചരിച്ച് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പരസ്യമായി വെളിപ്പെടുത്തി അവിടുന്ന് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പരസ്യമായി തെളിയിച്ചിട്ട് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നീണ്ട 40ഓളം ദിവസങ്ങൾ തൻ്റെ വത്സല ശിക്ഷഗണങ്ങൾക്കും മറ്റനേകർക്കും പ്രത്യക്ഷനായി പരസ്യമായി ശിഷ്യന്മാരെ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ആ പോയതുപോലെ തന്നെ താമസമില്ല വരും, അല്ലെങ്കിൽ പ്രത്യക്ഷനാകുമെന്ന് അവിടുന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ആരോഹണം ചെയ്തത്. അന്ന് തുടങ്ങി ഇന്ന് വരെ നീണ്ട 20 നൂറ്റാണ്ടുകളായി അവനിയുടെ നാനാ കോണുകളിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധന്മാരായ ജനകോടികൾ നോക്കിപ്പാർക്കുന്നത് പ്രാണപ്രിയൻ്റെ മേഘത്തിലെ പ്രത്യക്ഷതയാണ്. നിങ്ങൾ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും അകത്തളത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു വ്യത്യസ്ത പേരുകളാൽ. അതിൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ പുതിയ നിയമസഭയ്ക്ക് ഒരേ ഒരൊറ്റ പ്രത്യാശയേ ഉള്ളൂ. പ്രതീക്ഷകൾ പലത് കാണാം, ആഗ്രഹങ്ങൾ പലത് കാണാം, താല്പര്യങ്ങൾ നിരവധി കാണാം. പക്ഷെങ്കിൽ ദൈവസഭയ്ക്ക് പ്രത്യാശ പലതില്ല, പ്രതീക്ഷ പലതില്ല. പ്രത്യാശ ഒന്നേ ഉള്ളൂ. ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മെ വിട്ട് സ്വർഗത്തിലേക്ക് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരോഹണം ചെയ്ത ക്രിസ്തു ആരോഹണം ചെയ്തതുപോലെ തന്നെ തൻ്റെ ഭക്തഗണങ്ങളെ ചേർപ്പാൻ അവിടുന്ന് മേഘത്തിൽ എഴുന്നള്ളും. അതാണ് പുതിയ നിയമസഭയുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ഇത്ര പ്രാധാന്യത എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിൾ പരിശോധിക്കുന്ന ദൈവമക്കൾക്കറിയാം ഇതിൻ്റെ പ്രാധാന്യത എന്താണെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പോസ്തലനായ പൗലോസിനെ തന്നെ നമുക്കെടുക്കാം. താൻ തൻ്റെ 14 ലേഖനങ്ങളിലായിട്ട് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് 13 പ്രാവശ്യം വിശദീകരിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് 50-ലധികം പ്രാവശ്യമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 13 എവിടെ കിടക്കുന്നു, 50 എവിടെ കിടക്കുന്നു? വിശ്വാസ സ്നാനം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണെങ്കിലും സ്നാനപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ വരവ്.
അതുകൊണ്ട് സ്നാനപ്പെട്ടാൽ പോരാ. സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ സ്നാനാനന്തര ജീവിതം വളരെ പവിത്രമായി ഇകത്തിൽ കഴിച്ചുകൂട്ടി പ്രാണപ്രിയന്റെ വരവിനെ നോക്കി പാർക്കണം. സ്നാനപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റത്തില്ല. സ്നാനാനന്തര വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ കാഹളം മുഴങ്ങുമ്പോൾ ഇവിടെ നിന്ന് പറന്നുയരുവാൻ കഴിയത്തുള്ളൂ. സന്തോഷമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കണം, പൗലോസ് തന്റെ ലേഖനങ്ങളിൽ യേശുവിന്റെ വരവിനെ കുറിച്ച് വളരെയേറെ പ്രാധാന്യത കൊടുത്ത് വിവരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പുതിയ നിയമം മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെ 27 പുസ്തകങ്ങൾ, 27 പുസ്തകങ്ങളിലായിട്ട് 260 അധ്യായങ്ങൾ. ഈ 260 അധ്യായങ്ങളിലായിട്ട് 318 പ്രാവശ്യം വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളും ചില അധ്യായങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം, എന്തിനേറെ മറ്റു തര പുസ്തകങ്ങൾ പോലും, പ്രത്യേകിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ 1ഉം 2ഉം, വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളിൽ വളരെ ആഴമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു വിഷയം വിശുദ്ധ ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിക്കുന്ന വിഷയമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ഉലകം വെട്ടിപ്പിടിക്കുവാനുള്ള ക്യാഷ് തരാമെന്ന് പറഞ്ഞാലും അവർക്കറിയാം ഈ ലഭിക്കുന്ന നന്മ ഇവിടം കൊണ്ട് തീരുന്നതാണ്. എന്നാൽ ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ആ നിത്യത എന്ന് പറയുന്നത് അവസാനിക്കാത്ത, അവസാനമില്ലാത്ത ഒരു യുഗം. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ പാർക്കുമ്പോൾ എന്ത് കിട്ടിയാലും അത് ഈ ലോകത്തിലുള്ള ജീവിതത്തോടുകൂടെ ഇവിടെ സമാപിക്കുന്നു. എന്നാൽ ഇവിടത്തെ ജീവിതം കൊണ്ട് സമാപിക്കാത്ത മറ്റൊരു ജീവിതമുണ്ട്. അതാണ് നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യരാജ്യം എന്ന് പറയുന്നത്. ആ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തിനേറെ പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ലേഖനമാണ് യൂദ എഴുതിയ ലേഖനം. 25 വാക്യങ്ങളാണ്. ആ 25 വാക്യങ്ങൾ അടങ്ങിയ ആ കൊച്ചു ലേഖനത്തിൽ 2 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് വർണ്ണിക്കുവാൻ ആ ലേഖകൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് യേശുവിൻ്റെ വരവ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ഏതെന്ന് ചോദിച്ചാൽ, തിരുവെഴുത്ത് മുറുകെ പിടിക്കുന്ന, സത്യം തിരിച്ചറിയുന്ന, കഷ്ടതകൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, വേദനകൾ സഹിച്ച്, ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച്, ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ദൈവപൈതൻ അറിയാം, ഇവിടുത്തെ ഒറ്റപ്പെടലുകൾ ഒരു പ്രത്യേക നിമിഷം വരെ മാത്രം, ഒരു കാലഘട്ടം വരെ മാത്രം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കറിയാം, ഇവിടത്തെ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് സാരമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, എന്താണ് വരവിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, സുവിശേഷകന്മാർ തുടങ്ങി മറ്റ് പല അപ്പോസ്തലന്മാരും, എന്തിനേറെ പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും ഈ തുടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരായ സ്ലീഹമാര് അവരുടെ രചനകളിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അടിവരയിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ 1, 2, 3, 4 എന്ന് അക്കമിട്ട് നിരത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവാചകന്മാരുടെ സാക്ഷ്യം, അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരും സങ്കീർത്തനക്കാരും മറ്റും
ഒക്കെ പ്രവചിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചായിരുന്നു. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രവചന വിഷയം യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവരന്ന് പ്രവചിച്ചപ്പോൾ അന്നത്തെ പ്രവചനം കേട്ടവർക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത വിധത്തിലായിരുന്നു അവർ നടത്തിയ പ്രവചനം. ഉദാഹരണമായിട്ട്, വാസ്തവത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ സാധാരണ യെരുശലേമിൽ, പിന്നെ കൊട്ടാരത്തിലാണ് പിറക്കേണ്ടത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത് യഹൂദ്യയിലെ ബത്ലഹേം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണെന്ന് പ്രവാചകൻ പ്രവചിച്ചു. ആ പ്രവചിച്ചതുപോലെ കൊട്ടാരത്തിലല്ല, ഒരു കൊച്ചു ഗ്രാമത്തിലാണ് യേശു പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണ രാജാക്കന്മാരുടെ വാഹനമാകുന്ന കുതിരപ്പുറത്ത് യാത്ര ചെയ്യാതെ പ്രവാചകന്മാരുടെ വാഹനമാകുന്ന കഴുതപ്പുറത്ത് യേശു യാത്ര ചെയ്യുമെന്ന് യേശു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശു ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്. എന്തിനേറെ, സാധാരണ ഒരു ശത്രു ഒറ്റിക്കൊടുക്കുന്നത് ആണ് സാർവത്രികമായി നടക്കുന്നതെങ്കിൽ ഒരു ശത്രുവിനേക്കാൾ സ്നേഹിതൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പ്രവചനാത്മാവിൽ കുറിച്ചു വെച്ച ആ കുറിപ്പ്, ആ പ്രവചന കുറിപ്പ്, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ശത്രുവല്ല ഒറ്റിക്കൊടുത്തത്. നീണ്ട 3.5 കൊല്ലം യേശുവിനോടൊപ്പം പണസഞ്ചിയും തൂക്കി നടന്ന് യേശുവിൻ്റെ മനോഹരമായ ലാവണ്യവാക്കുകൾ കേട്ട് യേശുവിനോടൊപ്പം സഞ്ചരിച്ച് യേശു ദൈവത്തെ വാഴ്ത്തി വാമേൻ മഹത്വപ്പെടുത്തിയിട്ട് തൻ്റെ കരം കൊണ്ട് നീട്ടിക്കൊടുത്ത മനോഹരമായ അപ്പവും മീനും വാങ്ങി തിന്ന ആ ശിക്ഷഗണത്തിൽപ്പെട്ട തൻ്റെ സ്നേഹിതൻ തന്നെയാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേ ഉള്ളൂ: പ്രവചനങ്ങളിൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന് മാറ്റമില്ല, പ്രവചിച്ചതുപോലെ സംഭവിച്ചു. എന്തിനേറെ, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, ഇതിന് കൊടുത്തിരിക്കുന്ന പേര് പ്രവചന ഗ്രന്ഥം എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഇത് സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിന് അനവധി പേരുകളുള്ളതിൽ ഒരു പേര് പ്രവചന ഗ്രന്ഥം എന്നാണ്. തെളിവ് വെളിപ്പാട് പുസ്തകം 1:3. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമടുത്തിരിക്കുന്നു എന്നാണ്. ഇന്ന് രാത്രി നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും അകത്തളത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു വർധനവുണ്ടാകണം. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുക്കം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായുള്ള അടുപ്പത്തിന് ഒരു വർധനവ് ഇന്ന് രാത്രിയുള്ള വചന പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ സാക്ഷ്യം 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഏറ്റവും വിലപ്പെട്ടതാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനവധി പ്രവചനങ്ങൾ നടത്തി. അനവധി പ്രവചനങ്ങൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് യേശു പ്രവചിച്ചു. അതായത്, സ്തോത്രം, ഞാൻ മരിക്കും. സ്തോത്രം, മരിക്കുക മാത്രമല്ല, മരണാനന്തരം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചു. പ്രവചിച്ചതുപോലെ യേശുക്രിസ്തു മരിച്ചു. അതായത്, മരണസമയം യെരുശലേമിൽ ചെല്ലുമ്പോൾ മരണവിധം, ക്രൂശീകരണം, യേശു പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിൽ കിടന്നുകൊണ്ടാണ് യേശു പ്രാണനെ വെടിഞ്ഞത്. എലോഹി എലോഹി ലമ്മ ശബത്താനി എന്ന് ഉറച്ച നിലവിളിയോടെ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാണനെ വെടിഞ്ഞു. അവിടുന്ന് പറഞ്ഞതുപോലെ തൻ്റെ മരണം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നും ചരിത്രത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന ഒരു സംഭവമാണ് AD 70 യെരുശലേമിൽ നടന്ന സംഭവം. അതാണ് യെരുശലേമിൻ്റെ നാശം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് ശിക്ഷകണങ്ങളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞതാണ്, സ്തോത്രം, ഈ മനോഹരമായ ദേവാലയം കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ പൂർണ്ണമായി നശിക്കുന്നൊരു കാലം വരും എന്ന് യേശു യെരുശലേമിനെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു. ആ പ്രവചനം കഴിഞ്ഞ് ഏകദേശം 40 കൊല്ലം മുന്നോട്ട് പോകുന്നു.
AD 70 ആയപ്പോൾ ആ പറഞ്ഞതുപോലെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് പൂർണ്ണമായിട്ട് നശിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തു അരുമ ശിക്ഷകണങ്ങളുമായി താനെ മാളിക മുറിയിലെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിങ്ങനെയാണ്. എന്താണ് ആ വാക്കെന്നറിയണ്ടേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് പറഞ്ഞത് കേവലം ഒരു മനുഷ്യനല്ല, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അനവധി കാര്യങ്ങൾ ഇതിനോടകം സംഭവിച്ചെങ്കിൽ അരുമനാഥൻ തൻ്റെ വരവിനെക്കുറിച്ച് പരസ്യമായി ശിഷ്യന്മാർ കേൾക്കെ വിളംബരം ചെയ്ത ഈ പ്രവചന വാക്ക് ഇനി നിറവേറുവാൻ നാളുകൾ അധികം നമ്മുടെ മുൻപിലില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രിയ വാത്സല്യ ദൈവത്തിൻ്റെ കുഞ്ഞ്, ഈ ചങ്കുരുട്ട് ദേശമേ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കർത്താവിൻ്റെ വരവ് സംഭവിക്കുക തന്നെ ചെയ്യും. അത് കേവലം ഒരു കെട്ടുകഥയല്ല, കേവലം ഒരു പ്രസംഗ വിഷയമല്ല, മറിച്ച് അത് വാസ്തവത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും ഒരു വലിയ സംഭവമാണ്. എന്താണ് അതിന് തെളിവ്? തെളിവ് മറ്റൊന്നുമല്ല, വിശുദ്ധ വേദ പുസ്തകമാണ്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യാദികൾ യാതൊരു തെറ്റും കൂടാതെ ഇതിനോടകം ഈ ഭൂമുഖത്ത് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അനേക പ്രവാചകന്മാര്, അപ്പോസ്തലന്മാര്, എന്തിനേറെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പോലും പരസ്യമായി പറഞ്ഞ് അവിടുത്തെ വരവ് അതിവേഗം സംഭവിക്കും. താങ്ക് യു ലോർഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ് അപ്പോസ്തോലിക സാക്ഷ്യം, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ എഴുത്തുകളിൽ അവർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച്. പത്രോസിൻ്റെ ലേഖനമെടുത്താൽ പത്രോസിന് പറയുവാൻ കഴിയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുക അത്രേ ചെയ്യുന്നത്. പൗലോസിനോട് ചോദിച്ച് പൗലോസ് പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. ഫിലിപ്പിയ ലേഖനം 3:20-21 വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. അർത്ഥം, നമ്മൾ ഇവിടത്തുകാരല്ല. ഇവിടെ നമുക്ക് താൽക്കാലികമായ ഒരു കൊച്ചു ജീവിതം മാത്രം. ആ കൊച്ചു ജീവിതത്തെക്കുറിച്ച് വിശ്വപ്രസിദ്ധ പ്രവാചകനായിരുന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകനായ മോശ പ്രവചിച്ചു. 90-ാം സങ്കീർത്തനത്തിൽ എന്താണ് താൻ പ്രവചിച്ചത്? ഞങ്ങളുടെ സംവത്സരങ്ങൾ 70, ഏറെയായാൽ 80. ആമേൻ. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം ഒന്ന് പരസ്യമായി വായിച്ചേ. സ്വർഗത്തിലാകുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സന്തോഷമുള്ളവർ ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് തൻ്റെ കാലഘട്ടത്തിൽ തന്നെ യേശു വരുമെന്ന് കാത്തിരുന്ന ഒരു ഭക്തനായിരുന്നു. ഇതുപോലെ നൂറ്റാണ്ടുകളായി അവനിയുടെ നാനാ കോണുകളിൽ കാത്തിരിക്കുന്ന ഒരു പറ്റം വിശുദ്ധന്മാരുണ്ട്. പിന്നെ എന്തുകൊണ്ടാ കർത്തൃദാസനെ ഇന്നും വരവ് ദീർഘിക്കുന്നത്? അതിൻ്റെ മറുപടിയാണ് പത്രോസ് രേഖപ്പെടുത്തി വെച്ചത്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ. ഇങ്ങനെ ഒരു മഹായോഗം കൂടെ കർത്താവ് നമുക്ക് നൽകിയത് ഈ ദേശം, ഈ സദ്വർത്തമാനം അറിയുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ വേറെ ഒരു ജോലി ഇല്ലാഞ്ഞിട്ടല്ല.
വളരെ ബദ്ധപ്പാടുകൾ സഹിച്ച് കർത്തൃദാസന്മാർ രാവും പകലും അധ്വാനിച്ച് സാമ്പത്തികം ചിലവഴിച്ച് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനിച്ചിട്ട് ഇങ്ങനൊരു മീറ്റിംഗ് പരസ്യമായി ക്രമീകരിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം, അരുമനാഥൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്, യേശു ആരാണ്, യേശു ജനിച്ചത് എവിടെയാണ്, എന്തിനാണ്, യേശു മരിച്ചത് എന്തിനാണ്, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യകത എന്താണ്, അഖിലലോക ജനകോടികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരകൻ ആരാണ് എന്നുള്ള വസ്തുത വിളംബരം ചെയ്യുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗ്. കൃപയാൽ ഒന്നുകൂടെ നമുക്ക് ഈ ദേശത്തിൽ ദൈവം തന്നല്ലോ. എന്തുകൊണ്ട് ഈ സത്യം ഇതുവരെയും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുക മാത്രമല്ല, അവർ കൂടെ മാനസാന്തരപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങട്ടെ എന്നുള്ള ആത്മാർപ്പണത്തോടു കൂടെയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കിയേ അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ, ഓരോ എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോക്കണമേ, മൂന്നാമത്തെ തെളിവാണ് അപ്പോസ്തോലിക സാക്ഷ്യം. നാലാമത്തെ തെളിവാണ് സ്വർഗീയന്മാരുടെ സാക്ഷ്യം. മറക്കരുത് കേട്ടോ, സ്വർഗീയന്മാരുടെ സാക്ഷ്യം. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 1:11 പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യഗണങ്ങളോടുകൂടെ സംഭാഷിച്ചുകൊണ്ട് നിൽക്കെ ഒരു മേഘം വന്നിട്ട് ആ മേഘത്തിൽ കർത്താവ് മറഞ്ഞു, അവിടെ നിന്ന് യാത്രയായി. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ആ അമാനുഷികമായ, അസാധാരണമായ, അനന്യസാധാരണമായ ആ കാഴ്ച ഇങ്ങനെ നോക്കി അന്തം വിട്ട് അമ്പരന്ന് നിൽക്കുന്ന ശിക്ഷകണം 11 പേര്. സ്തോത്രം. അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. ഇതുവരെയും ഞങ്ങളെ പരിപാലിച്ചവൻ, ഇതുവരെയും ഞങ്ങളെ വഴി നടത്തിയവൻ, ഇതുവരെയും ഞങ്ങളെ ഉപദേശിച്ചവൻ, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകിയവൻ, എങ്ങനെ പ്രവർത്തിക്കണം ജീവിക്കണം എന്ന് പഠിപ്പിച്ചവൻ, സാക്ഷാൽ നല്ലൊരു ഉപദേഷ്ടാവ്, ഞങ്ങളുടെ പ്രാണരക്ഷകൻ ഇതാ ഞങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് അവരമ്പരന്ന് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 സ്വർഗീയന്മാർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്വർഗീയന്മാരായ ദൂതന്മാർ അവരോട് പറഞ്ഞ വാക്കാണ് 11ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നവനായി നിങ്ങൾ കണ്ട ഈ യേശു പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. 2 ദൂതന്മാര് പരസ്യമായി പറഞ്ഞ സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 1:11. നിങ്ങളൊരു വസ്തുത തിരിച്ചറിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് ഒരു ദൂതനാ പറഞ്ഞത്. ആരോട്? മറിയയോട്. നീ കന്യക, ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, അവൻ യേശു എന്ന് പേരിടണം. ഒരു ദൂതൻ മറിയയോട് പറഞ്ഞ ആ ദൂത് അതുപോലെ സംഭവിച്ചെങ്കിൽ ഇവിടെ 2 ദൂതന്മാർ ഒരുമിച്ച് വന്ന് പറഞ്ഞതാണ് പോയതുപോലെ അവൻ വരുമെന്ന്. സ്തോത്രം. 2 വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാമെന്ന് വിശുദ്ധ ബൈബിൾ കൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദൂതൻ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചെങ്കിൽ 2 ദൂതന്മാർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും അതാ. അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ തിരിച്ചു വരും. ഇന്നതുവരെ ഉലകത്തിൽ ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ മത നേതാവും ഒരൊറ്റ രാഷ്ട്ര തലവനും ഇതുപോലെ പറഞ്ഞിട്ടില്ല, ഞാൻ മടങ്ങി വരാമെന്ന്. പറഞ്ഞവരെല്ലാം ലോകത്തോട് വിട പറഞ്ഞു, ഇന്നതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തിനേറെ മൺമറഞ്ഞ സകല കഥാപാത്രങ്ങളുടെയും ശവകുടീരങ്ങൾ ഇന്നും ഭൂമിയുടെ പല കോണുകളിൽ പരസ്യമായി അടഞ്ഞു കിടക്കുമ്പോൾ ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒരൊറ്റ ശവകുടീരം, അതാണ് പാലസ്തീന്റെ മണ്ണിൽ നസ്രയത്തുകാരനായ യേശുവിനെ അടക്കം ചെയ്ത കല്ലറ. അത് അടഞ്ഞല്ല കിടക്കുന്നത്, അത് ഇന്നും തുറന്നാണ് കിടക്കുന്നത്. എന്താ തുറന്നു കിടക്കുവാൻ കാരണം? യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു,
അവർ എന്നെ ക്രൂശിക്കും, അവർ എന്നെ കൊല്ലും, ഞാൻ മരിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയുമെന്ന്. യേശു പറഞ്ഞത് യെരൂശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ടല്ല, സ്വന്തം ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ പ്രാണപ്രിയനായ യേശു പോയതുപോലെ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും അപ്പോസ്തലന്മാരുടെ സാക്ഷ്യവും സ്വർഗീയന്മാരുടെ സാക്ഷ്യവും വളരെ വ്യക്തമായി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് പ്രാണപ്രിയൻ വരും എന്നതാണ്. ഇന്ന് രാത്രി ഇതിൻ്റെ ഇടയ്ക്കൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാഹളം മുഴങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറന്നുയരുമെന്നുള്ള ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഉറപ്പില്ലാത്തവർ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതിനുള്ള വഴി പറയാൻ ആ കർത്താവിൻ്റെ ദാസന്മാരായി ഞങ്ങൾ ഇപ്രകാരമുള്ള മീറ്റിംഗ് ക്രമീകരിച്ച് അത് കൃത്യമായി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടത്തുള്ളൂ. സ്തോത്രം. അരുമനാഥൻ്റെ വരവെങ്കിൽ ഇവിടുന്ന് പറക്കണമെങ്കിൽ, ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ, ഇവിടുന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഒരിക്കൽ കൂടെ വിനീതമായി എൻ്റെ പ്രമേയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രദ്ധിക്കൂ ദൈവത്തിൻ്റെ കുഞ്ഞെ. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രവാചക സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം, അപ്പോസ്തോലിക സാക്ഷ്യം, സ്വർഗീയന്മാരുടെ സാക്ഷ്യം. തീർന്നില്ല. 5 കർത്തൃമേശയുടെ സാക്ഷ്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധി വേർപാട് കാത്തു സൂക്ഷിച്ച് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗത്തിലെ കർത്താവ് തൻ്റെ സ്വന്തം കരം കൊണ്ട് സ്ഥാപിച്ച അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് തിരുമേശ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇതിൻ്റെ സ്ഥാപകൻ കർത്താവാണ്. അവിടുന്ന് അന്ത്യപ്പെസഹയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഇനി സമയമില്ല എന്നറിഞ്ഞിട്ട് യേശു തൻ്റെ കരം നീട്ടി അപ്പമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി ആ അപ്പത്തെ നുറുക്കി ശിക്ഷഗണങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുവീൻ. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 11:26 പൗലോസ് പറയുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഇത് ശാശ്വതമായി ചെയ്യേണ്ട ഒരു അനുഷ്ഠാനമല്ല. ഇത് നിത്യത വരെ നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാനമല്ല. ഈ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ മാത്രം നിലകൊള്ളുന്ന ഒരു ശുശ്രൂഷ. മനസ്സിലാകുന്നുണ്ടോ? ഇതെന്നും തുടരേണ്ടതല്ല. ഇത് യേശുവിൻ്റെ വരവ് വരെ വിശുദ്ധന്മാർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരുമേശ. കർത്താവിൻ്റെ വരവിനെ തുടർന്ന് പിന്നെ കർത്തൃമേശയില്ല, സ്നാനമില്ല, കൺവെൻഷൻ യോഗമില്ല, ഒന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺവെൻഷൻ യോഗം കിട്ടിയാൽ കളയരുത്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ സ്നാന ശുശ്രൂഷകൾ അവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്തരുത്. രക്ഷാമാർഗം യേശുക്രിസ്തുവിൽ കൂടെയാണെന്നുള്ള സദ്വർത്തമാനം കേട്ടാൽ ആ കേൾക്കുന്ന സദ്വർത്തമാനത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കണം, രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ട ജീവിതം ഭൂമിയിൽ നയിക്കണം. പവിത്ര ജീവിതം നയിച്ച് യേശുവിനെ ആരാധിച്ച് വിശുദ്ധ കൂട്ടായ്മ ആചരിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയാൽ കാഹളം മുഴങ്ങുമ്പോൾ നാം അറിയത്തില്ല, ഇവിടെ നിന്ന് പറക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നോക്കണമേ, കർത്തൃമേശയുടെ സാക്ഷ്യം. ഈ തിരുമേശ പറയുന്നു നമ്മുടെ കർത്താവ് വരുമെന്ന്. കർത്തൃമേശ നടത്തുന്ന കർത്തൃദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട് ധാരാളം. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം. ഞങ്ങൾ കർത്തൃമേശ നടത്തിയതിന് ശേഷം ബാക്കി അപ്പവും വീഞ്ഞും അല്പം അവശേഷിക്കും. അവശേഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവശേഷിപ്പിക്കും. സ്തോത്രം. എന്നിട്ട് ഞങ്ങൾ ആ അപ്പത്തെയും വീഞ്ഞിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സത്യം വിളംബരം ചെയ്യും. എന്താണെന്ന് അറിയണ്ടേ പ്രിയരേ? ഈ അപ്പവും വീഞ്ഞും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതുവരെയും വന്നിട്ടില്ല. തീർന്നില്ല. ഒരു വാക്കൂടെ പറയും. എന്നാൽ ഈ അപ്പവും വീഞ്ഞും വാക്കുഭാഷണം കൂടാതെ ഉറക്കെ പറയുന്നു, അവൻ എത്രയും വേഗത്ത് വരും. ഹല്ലേലൂയ. പുറകോട്ട് നോക്കി പറയുന്നു, ഇതുവരെയും വന്നിട്ടില്ല. മുന്നോട്ട് നോക്കി പറയുന്നു, എത്രയും വേഗത്ത് വരും. അതാ പൗലോസ് പറയുന്നത്, ഇനി എത്രയും വേഗത്ത് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല.
അപ്പോൾ കർത്തൃമേശ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഇത് വരവിനെ വെളിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതമായ അനുഷ്ഠാനം. പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശയുടെ സാക്ഷ്യം. ഇനി ഒരൊറ്റ സാക്ഷ്യം കൂടെ ഓർമ്മിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഏറ്റവും ഒടുവിലത്തെ സാക്ഷ്യം, തെളിവ് നിങ്ങൾ മറക്കരുത്, സഭയുടെ പ്രാർത്ഥനാ സാക്ഷ്യം. ദൈവസഭയ്ക്ക് ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. നിങ്ങൾക്കറിയാമോ? കർത്തൃമേശയിൽ അനുഭവിച്ചതിന് ശേഷം അവസാനം ഒരു പ്രാർത്ഥന പ്രധാന കർത്തൃദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആമേൻ. ഇവിടെ നമ്മൾ എത്രയും വട്ടം ആമേൻ പറഞ്ഞല്ലേ? ഇനിയിപ്പോൾ ആമേൻ പറയാൻ കിടക്കുന്നു. ഇനിയും ആമേൻ എന്ന് പറയും. ആമേൻ പറഞ്ഞ ഉടനെ തീരത്തില്ല. അടുത്തൊരു ആശീർവാദ വാക്യമുണ്ട്. തമിഴ്നാട്ട് മക്കളെ സമ്മതിക്കണം, അവരൊരു വചനം കൂടെ പറഞ്ഞിട്ടേ ആശീർവാദം പറയത്തുള്ളൂ. എന്നാത്തുമാവേ കർത്തരെ സ്തോത്തിരി, എൻ മുഴു ഉള്ളമേ അവൻ്റെ പരിശുദ്ധ നാമത്തെ സ്തോത്തിരി. എന്നാത്തുമാവേ കർത്തരെ സ്തോത്തിരി, അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ മറവാതെ. ആമേൻ. തീർന്നില്ല, ഇനിയുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ രക്ഷിതവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും അനുദിനവും അത്ഭുതകരമായി പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും കാവലും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും മടങ്ങിപ്പോകുന്ന ജനത്തിൻ്റെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധ ഗണങ്ങളുടെ മേലും ഒരുപോലെ ഉണ്ടായിരിക്കുമാറാകട്ടെ. വീണ്ടും ആമേൻ. തീർന്നില്ല, അടുത്തൊരു വാക്കുണ്ട്. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പിടികിട്ടിയോ? ഇതാണ് സഭയുടെ പ്രാർത്ഥനാ സാക്ഷ്യം. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രത്യാശ ഉള്ളവരാണ് ആ വാക്ക് പറയുന്നത്. ആമേൻ. കർത്താവേ അവിടുന്ന് വരണമേ. അർത്ഥം പിടികിട്ടിയോ? നമ്മുടെ കർത്താവ് വരും. കർത്താവിൻ്റെ വരവിനെയാണ് ദൈവസഭ നോക്കി പാർക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്, 2 സ്റ്റേജുകളുണ്ട്. 1-ാം ഘട്ടം, 2-ാം ഘട്ടം. അതേതാണ്, എന്താണ്, എന്തിനാണ്? ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകൾ ഓരോന്നോരോന്നായി എടുത്ത് വായിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പല വാക്യങ്ങളും ഞാൻ പറഞ്ഞങ്ങ് വിടാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം ഘട്ടം എന്ന് പറയുന്നത് യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്നത്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് സഭയുമായിട്ട് വരുന്നത്. 1-ാം ഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര് സഭയുടെ ഉൽപ്രാവണം എന്നാണ്, റാപ്ചർ ഓഫ് ദി ചർച്ച് എന്നാണ്. 2-ാം ഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഗ്ലോറിയസ് അപ്പിയറിംഗ് അഥവാ മഹത്വ പ്രത്യക്ഷത. ഇത് രണ്ടും തമ്മിലുള്ള അകലം 7 കൊല്ലമാണ്. ഹല്ലേലൂയ. അപ്പോൾ മേഘപ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ 1-ാം ഘട്ടം, 2-ാം ഘട്ടം. ഈ 2 ഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 1-ാം ഘട്ടം മേഘത്തിൽ വരുന്നു, ആകാശത്തിൽ വരുന്നു. 2-ാം ഘട്ടം ഈ ഭൂമിയിലേക്ക് വരുന്നു. 1-ാം ഘട്ടം വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്നു. 2-ാം ഘട്ടം വിശുദ്ധന്മാരുമായിട്ട് വരുന്നു. 1-ാം ഘട്ടം രഹസ്യവരവ്, 2-ാം ഘട്ടം പരസ്യമായിട്ട് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണത്തക്കവണ്ണം പരസ്യമായിട്ട് യെരൂശലേമിൽ ആ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. 1-ാം ഘട്ടത്തിൽ മറ്റൊരു സൂചനകളും പ്രത്യക്ഷമായിട്ട് കാണത്തില്ല. 2-ാം ഘട്ടത്തിൽ വളരെ വ്യക്തമായ തെളിവുകളും സൂചനകളും ഉണ്ടായിരിക്കും. 1-ാം ഘട്ടത്തിൽ പിശാചിനോ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനോ ഒന്നും സംഭവിക്കത്തില്ല. 2-ാം ഘട്ടത്തിൽ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി തീയും ഗന്ധകവും കത്തിമറിയുന്ന ആ തീപ്പൊയ്യിലേക്ക് തള്ളുകയും പിശാചിനെ 1000 കൊല്ലത്തേക്ക് ബന്ധിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നോക്കി പാർക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത അഥവാ 1-ാം ഘട്ടം അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം. മലയാള ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഉൽപ്രാവണം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉൽപ്രാവണം എന്നൊരു പദം ബൈബിളിലുണ്ടോ? ഉൽപ്രാവണം എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേർഡ് കോട്ടപ്പ്, എടുക്കപ്പെടും എന്നാണ്. എടുക്കപ്പെടും, മലയാളത്തിൽ എടുക്കപ്പെടും, ഇംഗ്ലീഷിൽ കോട്ടപ്പ് എന്നാണ്. വി ഷാൽ കോട്ടപ്പ് ഇൻ ടു എയർ എന്നാണ്. ആകാശത്തിലേക്ക് എടുക്കപ്പെടും. ആമേൻ. കോട്ടപ്പ് എന്നാണ്. എന്നാൽ ഇതിന് കൊടുത്തിരിക്കുന്ന മൂലപദം ഗ്രീക്ക് വേർഡ് ഹാർപ്പാസോ എന്നാണ്.
ഹാർപ്പസോ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നാച്ചപ്പ് ക്യുക്കിലി, ക്യാരി എവേ എന്നാണ്. ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുക, പൊടുന്നനവ എടുത്തു മാറ്റുക എന്ന അർത്ഥമാണ് ഹാർപ്പസ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 12 അധ്യായത്തിൽ പൗലോസ് പർദീസയോളം എടുക്കപ്പെട്ടു എന്നതിന് കൊടുത്തിരിക്കുന്നത് ഹാർപ്പസോ എന്ന പദമാണ്. അതുപോലെ തന്നെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി, അവിടെ കൊടുത്തിരിക്കുന്ന പദവും ഹാർപ്പസോ എന്നാണ്. പുതിയ നിയമസഭ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സംഘം നാളുകളായി കഷ്ടം സഹിച്ച്, വേദന സഹിച്ച്, ആക്ഷേപങ്ങളും നിന്ദകളും സഹിച്ച്, പ്രതികൂലത്തിൻ്റെ നടുവിലൂടെയും കർത്താവിനെ വിട്ടുമാറാതെ യേശുവിനെ മുറുകെ പറ്റി ജീവിക്കുന്ന ഭക്തശിരോമണികൾക്ക് അകത്തളത്തിൽ ഒരു പ്രത്യാശയുണ്ട്. നമ്മളിവിടെ നിന്ന് പുറപ്പെടും, നമ്മളിവിടെ നിന്ന് എടുക്കപ്പെടും, നാം ഈ ലോകത്തോട് വിട പറയും, എന്നേക്കുമായി ഗുഡ് ബൈ പറയുന്ന ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി അതിനെക്കുറിച്ചുള്ള സദ്വർത്തമാനം ഇവിടെ മുഴങ്ങുമ്പോൾ ആ ഗുഡ് ബൈ പറയുന്ന കൂട്ടത്തിൽ ഞാനും ഇന്ന് രാത്രി ഒരുക്കമുള്ളവനാണെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാം ഘട്ടം യേശു സഭയ്ക്ക് വേണ്ടി വരികയാണ്. സഭയെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെ ചേർക്കാനാണ് യേശു വരാൻ പോകുന്നത്. അല്ലോ, മനസ്സിലാക്കുന്നുണ്ടോ? ഭൂമി കിടക്കുന്ന എല്ലാവരെയും വാരിക്കോരിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല യേശു വരുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വരുന്നത്, മേഘത്തിൽ എഴുന്നള്ളുന്നത്, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വിശുദ്ധ ജീവിതം നയിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഭക്തഗണങ്ങളെ ചേർപ്പാനാണ് യേശു വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ലോകമെമ്പാടും കിടക്കുന്ന ക്രിസ്ത്യാനികളെന്നൊന്നും പറഞ്ഞു കളയരുത്. ക്രിസ്ത്യാനി എന്നുള്ള പേര് ആർക്കും സ്വീകരിക്കാം, ഒരു കുഴപ്പമല്ല. ദൈവമക്കളെന്നും പറയാം, ഒരു കുഴപ്പമല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒന്ന് രക്ഷിക്കപ്പെടണം, രക്ഷാനിർണയം പ്രാപിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോമാലേഖനം 10:9 കൊടുത്തിരിക്കും പോലെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ രക്ഷ കരസ്ഥമാക്കണം, രക്ഷ ഉറപ്പുവരുത്തണം, രക്ഷാനിർണയം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് പുതിയ നിയമസഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന പുതിയ നിയമസഭ, ആ വിശുദ്ധന്മാരുടെ സംഘത്തെ ചേർപ്പാനാ യേശു വരുന്നത്. സ്തോത്രം. ആ പ്രാണപ്രിയൻ മേഘത്തിൽ വരുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച്, പവിത്ര ജീവിതം നയിച്ച്, കൽപ്പന അനുസരിച്ച്, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഇൻപം വേണ്ട, പോകണം യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടെന്ന് തീരുമാനമെടുത്ത് ദൃഢനിശ്ചയത്തോടുകൂടെ ജീവിക്കുന്ന ഭക്തന്മാർ കാഹളനാദത്തിങ്കൽ ഇവിടുന്ന് പുറപ്പെടും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ് പറയുന്നു, തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ കർത്താവ് വരുന്നത് ചുമ്മാതല്ല, കാഹളനാദങ്ങളോടുകൂടിയാണ് കർത്താവ് വരുന്നത്. സ്തോത്രം, സ്തോത്രം. കാഹളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടും പ്രിയരക്ഷകൻ, വന്നിടും പ്രിയരക്ഷകൻ. കാഹളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടും പ്രിയരക്ഷകൻ, വന്നിടും പ്രിയരക്ഷകൻ. കണ്ണുനീരോടിക്കരഞ്ഞു വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാ നൽപം
എൻ ഭാഗ്യം ആനന്ദമാണൽപ്പോ. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മകേശ മാഗ രാജനെ മകേശ മാഗ രാജനെ. പ്രൈസ് ദി ലോർഡ്. യേശു വരുന്നത് കാഹളങ്ങളോടുകൂടെ. പൗലോസ് 3 കാഹളങ്ങൾ പരിചയപ്പെടുത്തുന്നു. 1 കർത്താവിൻ്റെ ഗംഭീരനാദം, 2 പ്രധാന ദൂതൻ്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 നാദങ്ങൾ തെരുതെരെ മുഴങ്ങുമ്പോൾ നടക്കുന്ന അസാധാരണമായ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ 2. എന്താ 2 സംഭവങ്ങൾ? യേശുക്രിസ്തുവിൻ്റെ വരവിങ്കിൽ മുഴങ്ങുന്ന കാഹളം. 1 ഗംഭീരനാദം, കർത്താവിൻ്റെ ഗംഭീരനാദം. പിടികിട്ടുന്നുണ്ടോ? 2 പ്രധാന ദൂതന്റെ ശബ്ദം. കർത്താവിൻ്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും തമ്മിൽ മുഴങ്ങുമ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം തിരിച്ചറിയണം. കർത്താവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിടികിട്ടിയോ? ഇതിനോടകം കോടി കോടി വിശുദ്ധന്മാരാണ് മരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങൾ അവിടെ കിടപ്പുണ്ട്. എത്രയോ എത്രയോ ശവകുടീരങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്തോത്രം. അവിടെയെല്ലാം ബിൽഡിങ്ങുകൾ വന്നു കഴിഞ്ഞു. അവിടെയൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വന്നു കഴിഞ്ഞു. അവിടെയൊക്കെ മൈതാനമായി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത വിധം ഇതിനോടകം എത്രയോ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വിശുദ്ധന്മാരെ, ദൈവമക്കളെ, വിശ്വാസികളെ, ഭക്തന്മാരെ അടക്കം ചെയ്തതിൻ്റെ പുറത്ത് ബിൽഡിങ് വന്നാൽ, ബഹുനില ബിൽഡിങ് വന്നാൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നാൽ, ലുലു മാള് വന്നാൽ, അതൊന്നും വിശുദ്ധന്റെ ഉയർപ്പിന് വിഷയമല്ല. കാഹളം മുഴങ്ങുമ്പോൾ ബഹുനില ബിൽഡിംഗാണ് അതിൻ്റെ പുറത്തിരുന്നാൽ ആ ബിൽഡിങ്ങിനെ എടുത്തു മറിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ച ഭക്ത ശിരോമണികൾ അവർ ഉയർത്തെഴുന്നേൽക്കും. എന്താ കാര്യം അതറിയാണ്ട്? അതാണ് യേശുക്രിസ്തുവിന്റെ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. സങ്കീർത്തനം 90 മോശ പാടിയത് ഇങ്ങനെയാണ്. സ്തോത്രം. മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്ന നമ്മുടെ കർത്താവ് തന്നെ വിളിച്ചു പറയും, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരികെ വരുവീൻ. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഉറച്ച ശബ്ദം അരുമനാഥൻ മുഴക്കുമ്പോൾ 1 ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർക്കും. എത്ര പഴക്കം ചെന്ന കല്ലറയായാലും മണ്ണോട് അലിഞ്ഞു ചേർന്നാലും ഗംഭീരനാദത്തിൻ്റെ മുമ്പിൽ എവിടെയെല്ലാം വിശുദ്ധന്മാരുടെ ശരീരത്തിൻ്റെ അംശങ്ങൾ മണ്ണോടലിഞ്ഞ് ജലത്തിലലിഞ്ഞ് അന്തരീക്ഷത്തിൽ ധൂളിയായി എവിടെ കിടന്നാലും ഗംഭീരനാദത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒരുമിച്ച് കൂടി ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വരവിങ്കിൽ നടക്കുന്ന ഏറ്റവും മഹനീയമായ സംഭവമാണ് വിശുദ്ധന്മാരുടെ ഉയർപ്പ്. എല്ലാവരും ഉയർക്കത്തില്ല കേട്ടോ. സ്തോത്രം. വിശുദ്ധന്മാർ മാത്രമേ ഉയർക്കത്തുള്ളൂ. എല്ലാവരും ഉയർക്കും. ബാക്കിയുള്ള സകല പുള്ളികൾക്കും ഉയർക്കുവാൻ പിന്നെ ഒരു സമയമുണ്ട്. ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ വിശുദ്ധന്മാരാണ് ഉയർക്കുന്നത്. കള്ളുപ്പാട്ട കന്നാസൊന്നും ഉയർക്കുന്നില്ല. അവർക്ക് ഉയർക്കുവാൻ പിന്നീട് ഒരു സമയമുണ്ട്. അവരെല്ലാം തമ്പുരാൻ ഉയർപ്പിച്ച് ന്യായാസനത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വരിയായി നിർത്തി ന്യായം വിധിച്ചിട്ട് നേരെ പറഞ്ഞു വിടുന്ന സ്ഥലമാണ് നിത്യനരകം. അവൻ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു, ജീവാപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് 2ാമത്തെ മരണമെന്നാണ്. തീയും ഗന്ധകവും തമ്മിൽ കലങ്ങിമറിഞ്ഞ് കത്തിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയാനകമായ നരകത്തിൽ ചെന്ന് വീഴാതിരിക്കുവാനുള്ള ഒറ്റമാർഗം ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ അംഗീകരിക്കുക. യേശുവിനെ നിന്റെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്താൽ, കാഹളം മുഴങ്ങിയാൽ നീ ഇവിടെ നിന്ന് ഉയരും. അപ്പോൾ യേശുവിൻ്റെ വരവെങ്കിൽ 1 വിശുദ്ധന്മാരുടെ ഉയർപ്പ്, 2 ജീവനോടെ ശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് നിങ്ങൾ പരിശോധിക്കണം. എന്തായാലും ആ ഭാഗം വായിച്ചേ പറ്റത്തുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50 മുതൽ ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 15-ന്റെ 50, 51, 52 വാക്യങ്ങൾ. സ്തോത്രം.
വേഗത്ത് വായിച്ചോ. സഹോദരന്മാരെ, രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എല്ലാവരും നിദ്ര കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ച് മൺമറയത്തില്ല. ജീവനോടെ ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ജീവനോടെ ഇവിടുന്ന് പുറപ്പെടും. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നത്. ആ സംഭവം നടക്കാൻ പോകുന്ന ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് എന്താ? ജീവനോടെ ഒരു കൂട്ടം മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഭയങ്കരപ്പെട്ട ചർച്ചാ വിഷയമായി തീരും. ലോകമെമ്പാടുമുള്ള വാർത്താ ചാനലുകളെല്ലാം രാത്രി പകൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ വ്യക്തിയുടെ അരികത്ത് പോയിട്ട് ചോദിക്കും, അല്ലയോ രമണി, ചാമളയ്ക്ക് എന്ത് പറ്റി? ചാമളെ കാണാനില്ല. സോമ, രാഘവൻ എന്ത് പറ്റി? രാഘവനെ കാണാനില്ല. ശശി, കുമാരൻ എന്ത് പറ്റി? അവനെ കാണാനില്ല. എന്ത് പറ്റി? ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിട്ട് പോയതാണ്. അവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ വിശുദ്ധന്മാരോടൊപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത അവനുണ്ടെന്ന് എനിക്കറിയാം, അല്ലാതെ ഒന്നും അറിയത്തില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടവന്, സ്നാനപ്പെട്ടവന്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവന്, അന്യഭാഷ പറയുന്നവന്, ആത്മാവിൽ സ്തുതിക്കുന്നവന്, ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന, ദുഷിക്കുന്ന ജീവിതമേ നീ ഓർത്തുകൊള്ളുക. നീ കൊതിച്ചാൽ നിന്റെ കണ്ണിൽ കാണാൻ പറ്റാത്ത വിധം ജീവനോട് ഒരു പറ്റം വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ചു വിടുന്ന പുറപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്ദകൾ സഹിച്ചും കഷ്ടപ്പാടുകൾ അനുഭവിച്ചും പീഡകൾ അനുഭവിച്ചും ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ചങ്കുറ്റത്തോടെ തല നീട്ടിക്കാണിച്ചിട്ട് സന്തോഷത്തോടുകൂടെ ഈ പീഡകൾ സഹിക്കുവാൻ ഒരു കാരണമുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇവിടുത്തെ ജീവിതം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജീവനോടെ ഒരു പറ്റം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടില്ലെങ്കിൽ എല്ലാ കണ്ട പത്രങ്ങളിലെല്ലാം ദിനത്തന്തി, ദിനമലർ തുടങ്ങി മലയാള മനോരമ, പിന്നെ മാതൃഭൂമി, മംഗള എന്ന് വേണ്ട സകല പത്രങ്ങളിലും ഇപ്പോൾ പത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ചൂടപ്പം പോലെ ലൈവ് ന്യൂസ് നമ്മുടെ മൊബൈലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ വാർത്തകളിലും കാണും 12 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ കാണാനില്ല, അല്ലെങ്കിൽ 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയും ഒരുമിച്ച് കാണാനില്ല. അങ്ങനെ കാണാനില്ലെന്ന് വന്നാൽ നമ്മൾ ഭാരപ്പെടേണ്ട. 3-ൻ്റെ 4-ൻ്റെ അവർ ഒരുമിച്ച് പൊങ്ങും. അവർ ഒരുമിച്ച് മുങ്ങിയെങ്കിൽ ഇതങ്ങനല്ല. ഇത് ലോകമെമ്പാടും പ്രായവ്യത്യാസമെന്നെ, ജാതി വ്യത്യാസമെന്നെ, മതവ്യത്യാസമെന്നെ, ഗോത്രവ്യത്യാസമെന്നെ, ഭാഷവ്യത്യാസമെന്നെ, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമെന്നെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമെന്നെ, നീഗ്രോ എന്നോ സായിപ്പെന്നോ വ്യത്യാസമെന്നെ, അടിമ ഉടമ വ്യത്യാസമെന്നെ, രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി തീർന്നു എന്നുള്ള ഏക കാരണത്താൽ കാഹളനാദത്തിങ്കൽ ഈ ഭൂമിയോട്, ഈ ലോകത്തോട് ഗുഡ് ബൈ പറയും. പ്രൈസ് ദി ലോർഡ്. ഇനി എത്രയും വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവം അതാണ്. ജീവനോടിരിക്കുന്ന ഒരു പറ്റം ആളുകളെ ഈ ഭൂമിയിൽ കാണാനില്ല. ആ വാർത്തയാണ് ലോക ജനതകളെ ഞെട്ടിപ്പിക്കുവാൻ പോകുന്നത്. ഇന്ന് പ്രസംഗിക്കുന്ന ഈ സത്യവചനം കേട്ട് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി എത്രയും വേഗത്തിൽ സംഭവിക്കുന്ന യേശുവിൻ്റെ വരവെങ്കിൽ പശ്ചാത്തപിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി ₹1 മുടക്കണ്ട. ഒന്ന് വായി തുറന്ന് യേശുവേ, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങല്ലാതൊരു ദൈവം എനിക്കില്ല എന്ന് പറയുവാൻ തൻ്റെ ഇടമുണ്ടോ, സമർപ്പണമുണ്ടോ, തീരുമാനമുണ്ടോ? നിന്നെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ 2 സംഭവങ്ങൾ. ഒന്ന്, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം. അവിടെ പൗലോസ് പറയുന്നു, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും എന്ത് ചെയ്യത്തില്ല? നിദ്ര കൊള്ളുകയില്ല. അടുത്ത്, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ. ആ വാക്ക് ശ്രദ്ധിക്കണം. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന്.
കണ്ണിമയ്ക്കുന്നിടയിൽ. കണ്ടോ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന ഇൻ എ മൊമെന്റ്, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ എന്നാണ്. ഇൻ എ മൊമെന്റ്, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ. ആ വാക്ക് കണ്ടോ? ദൈവത്തിന് സ്തോത്രം. തമിഴിൽ എന്ത് പദം കൊടുത്തിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇമൈപ്പൊഴുതൽ, കറക്റ്റ്. കണ്ണിമയ്ക്കുന്നിടയിൽ എന്ന് പറഞ്ഞ അർത്ഥം പിടി കിട്ടിയോ? നമ്മളറിയാതെ നമ്മുടെ കൺപോള അടഞ്ഞു തുറക്കുന്നു. നമ്മളറിയുന്നില്ല എത്രയോ പ്രാവശ്യം, അല്ലേ? ഈ കൺപോള അടഞ്ഞു തുറക്കുന്ന സമയത്തിനാണ് ദൈവത്തിന് സ്തോത്ര കണ്ണിമയ്ക്കുന്നിടയിൽ. മനസ്സിലാകുന്നുണ്ടോ? അത് എത്ര സെക്കൻഡാണ്? അതിനെക്കുറിച്ചൊരു വേദശാസ്ത്രി പറഞ്ഞത് സെക്കൻഡ് എന്നല്ല, 1 സെക്കൻഡിനെ 8ആയിട്ട് കീറി മുറിച്ചാൽ 8ൽ 1 ഭാഗം സമയം എത്രയുണ്ടോ അതാണ് ഈ കണ്ണിമയ്ക്കുന്നിടയിൽ എന്ന് പറയുന്നത്. പ്രിയരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കണ്ണിമയ്ക്കുന്നിടയിൽ എന്താ സംഭവിക്കുന്നത്? ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ച് 2,38,000 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനെ കടത്തി വെട്ടി, 9.5 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യനെ കടത്തി വെട്ടി, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ കടന്ന് ദൈവത്തിന് സ്തോത്രം, സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രഗോളം ഭൂമിയിൽ നിന്നും 26 ലക്ഷം കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആ നക്ഷത്രഗോളത്തെ കടത്തി വെട്ടി അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കോടി സൗരയൂഥങ്ങളെ താണ്ടി നമ്മുടെ കർത്താവിരിക്കുന്ന ആ സ്വർഗീയ പറുദീസായിൽ ഒരു വിശുദ്ധൻ ചെന്നെത്തുവാൻ എടുക്കുന്ന സമയം കണ്ണിമയ്ക്കുന്നിടയിൽ. ഹല്ലേലൂയ. അമേരിക്കൻ ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാൻ ചെയ്തു നക്ഷത്രത്തിൽ പോയി കൂടുകെട്ടാൻ. അപ്പം ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, അതിൻ്റെ ദൂരം 26 ലക്ഷം കോടി മൈൽ. അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു വണ്ടി ക്രമീകരിച്ചു. ആ റോക്കറ്റിൻ്റെ വേഗത 1 മണിക്കൂറിൽ 2 ലക്ഷം മൈൽ. ഒറ്റ മണിക്കൂറിൽ 2 ലക്ഷം മൈൽ. ഒറ്റ മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗതയിൽ കുതിച്ചു പായുവാൻ തക്കവണ്ണം റോക്കറ്റ് നിർമ്മിക്കുവാൻ വേണ്ടി പദ്ധതിയിട്ടു. എന്നിട്ട് ആ നക്ഷത്രത്തിൽ ചെന്ന് എത്തുവാനുള്ള സമയം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗതയിൽ സഞ്ചരിച്ചാലും ആ നക്ഷത്രഗോളത്തിൽ ചെന്നെത്തണമെങ്കിൽ 14,000 കൊല്ലം വേണം. അവർ മതിയാക്കി ഡ്യൂട്ടി. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ചെന്നെത്തുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വർഗത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ ഇരിക്കുന്ന സ്ഥലത്ത്. സന്തോഷമുണ്ടോ? പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ്. പൗലോസ് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഇവിടെ നിന്ന് പുറപ്പെടും. ഹല്ലേലൂയ. ആ പ്രത്യാശയേറിയ ദിവസം നമ്മുടെ മുൻപിൽ ഇനി അതിവിദൂരമല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്തു ചെയ്യണം? 1, 2, 3 എന്ന അതിവേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. 1 എടുക്കൂ, മത്തായി സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:38. അവിടെ പത്രോസ് പ്രസംഗത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുത. 1 മാനസാന്തരം. ഒന്ന് വായിച്ചേ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. 1 മാനസാന്തരം. ഹലോ, കാഹളനാദത്തിങ്കൽ ഇവിടെ നിന്ന് പുറപ്പെടണമെങ്കിൽ, രൂപാന്തരം പ്രാപിച്ച് ഇവിടെ നിന്ന് ഉയരണമെങ്കിൽ, ഇവിടെ നിന്ന് പറക്കണമെങ്കിൽ 1 മാനസാന്തരപ്പെടണം. എന്തായി മാനസാന്തരം? മാനസാന്തരത്തിന് കൊടുത്തിരിക്കുന്ന മൂലപദത്തിൻ്റെ അർത്ഥം പറയാം. മൂലഭാഷയായ ഗ്രീക്കിൽ പല പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പദമാണ് സ്ട്രഫോ. അപ്പോസ്ട്രഫോ എന്ന വാക്കിൻ്റെ അർത്ഥം പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര നിർത്തിയിട്ട് എതിർദിശയിലേക്ക് തിരിയണമെന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയണം. ഇന്ന് മാനസാന്തരമെന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് കേട്ടിട്ട് തിരിയേണ്ടതിന് പകരം പതിയെ ചരിയുകയാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചരിയുകയല്ല, കറങ്ങുകയല്ല, തിരിയുക. എങ്ങോട്ട്? ക്രൂശിങ്കലേക്ക് തിരിയുക. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആ പച്ചപ്പൈൻമര ക്രൂശിൽ
ധനൻപേർക്കായി ചാകുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക. സുഹൃത്തെ, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദുഷിച്ച യാത്ര നിർത്തിയിട്ട് ഒന്ന് തിരിയൂ യേശുവിങ്കിലേക്ക്. ഹല്ലേലൂയ. തിരിയുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ. ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര നിർത്തൂ. മദ്യപാനം നിർത്തൂ, പുകവലി നിർത്തൂ, അസഭ്യം പറയുന്നത് നിർത്തൂ, അശുദ്ധ ജീവിതം നിർത്തൂ, അധാർമികത നിർത്തൂ, നുണ പറയുന്നത് നിർത്തൂ, എല്ലാ ഭോഷ്കും നിർത്തൂ, വേണ്ടാതനം നിർത്തൂ. സകലതും നിർത്തിയിട്ട് യേശുവിങ്കിലേക്ക് തിരിയൂ. അതിൻ്റെ പേരാ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ രണ്ടാമത് അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. മേൻ. ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം. സ്നാനമെന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാക്ക് പറഞ്ഞ് എൻ്റെ വിഷയം ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. പ്രിയരെ, സ്നാനമെന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും ആകെ ആശയക്കുഴപ്പമാണ്. എന്താണ് സ്നാനം? സ്നാനമെന്ന പേരിൽ പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? സ്നാനം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന മൂലപദം, സ്നാനം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന മൂലപദം ബാപ്റ്റിസോ എന്നാണ്. ബാപ്റ്റിസോ. ബാപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഇമേഴ്സ് ഇൻ ദ വാട്ടർ, ടു ഡിപ്പ് ഇൻ ദ വാട്ടർ. ബാപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ മുക്കുക, വെള്ളത്തിൽ നിമജ്ജിക്കുക. വെള്ളത്തിൽ മുക്കുന്ന ഇടപാടാണ് സ്നാനം, മുങ്ങുന്ന ഇടപാടാണ് സ്നാനം. മുങ്ങിയിട്ട് പൊങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അല്ലാതെ ഒഴിക്കുന്നതല്ല, തളിക്കുന്നതല്ല, മുങ്ങുന്നതാണ് സ്നാനം. സ്നാനമെന്ന വാക്കിൻ്റെ അർത്ഥമേ മുങ്ങിക്കുളിയെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? കോരി ഒഴിച്ചുള്ള കുളിയല്ല, തളിച്ചുള്ള പരിപാടിയല്ല, സാക്ഷാൽ മുങ്ങിക്കുളി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് മാതൃകയായിട്ട് ഒരുവനേ ഉള്ളൂ. ആ മാതൃകാ പുരുഷൻ്റെ പേരാണ് കർത്താവ് യേശുക്രിസ്തു. യേശുക്രിസ്തു തൻ്റെ 30-ാമത്തെ വയസ്സിൽ ഗലീലയിൽ നിന്നും യോർദാൻ വരെ നടന്നു വന്നു. ഒരുവൻ സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ ചേരുന്നത് കേട്ടപ്പോഴത്തേക്കും പിശാചിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പറയുന്നു, ഒരു കാരണത്താലും എൻ്റെ കസ്റ്റഡിയിൽ കിടക്കുന്നവനെ ഞാൻ വിടത്തില്ല എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇല്ല, നിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നവനെ ഞാൻ പിടിച്ചെടുക്കും. കാരണം എൻ്റെ യേശു മരിച്ചത് ഉലകത്തിന് വേണ്ടിയാണ്. ലോക രക്ഷകനായിട്ട് അവതരിച്ച ക്രിസ്തുവിൻ്റെ മരണം മുഴുലോകത്തിനും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനാണ്. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തു ഗലീലയിൽ നിന്നും യോർദാൻ വരെ നടന്നു വന്നു. എന്തിനാ വന്നത്? യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഗലീലയിൽ സ്നാനപ്പെടേണ്ട സൗകര്യം ഇല്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യോർദാനിലെക്കാളും വെള്ളമുള്ളത് ഗലീലയിലാണ്. ഗലീല കടൽ, തിബിരിയോസ് കടൽ, ഗന്നസരത്ത് തടാകമെന്ന പേരിൽ അറിയപ്പെടുന്ന ആ ജലാശയം അവിടെയുണ്ട്. ഇഷ്ടം പോലെ ജലമുണ്ട്. പിന്നെ എന്തിനാ യേശു മൈലുകൾ നടന്ന് യോർദാനിൽ വന്നത്? മറുപടി നിങ്ങൾ കേൾക്കണം. ഗലീലയിൽ വെള്ളമുണ്ട്, മുക്കുവാൻ ഇഷ്ടം പോലെ ആളുകളുമുണ്ട്. മുക്കുവാന്മാർക്ക് ഒരു കുറവുമില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെ മത്സ്യത്തൊഴിലാളികളാണ്. പിടികിട്ടിയോ? പക്ഷെ ഒരു കാര്യം, അവിടെ അഭിഷിക്തനില്ല. സ്തോത്രം. അഭിഷിക്തൻ യോർദാനിലാണ്. ആരാണ് അഭിഷിക്തൻ? അമ്മയുടെ ഉദരത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനാൽ തുള്ളിയവൻ യോർദാനിലാണ്, ഗലീലയിലല്ല. സ്നാനപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം, ആരുടെയെങ്കിലും കയ്യിൽ പോയി സ്നാനപ്പെടരുത്. അഭിഷിക്തനാണോ എന്ന് മനസ്സിലാക്കി അഭിഷിക്തന്റെ കൈക്കീഴിൽ സ്നാനപ്പെടണം. ഇന്ന് 50 രൂപ കൊടുത്താൽ, 500 രൂപ കൊടുത്താൽ, 1000 രൂപ കൊടുത്താൽ പിടിച്ച് മുക്കുവാൻ വേണ്ടി റെസീറ്റും എഴുതി കാത്തു നിൽക്കണം ഒരു പറ്റം പുള്ളികൾ. ചെന്ന് ചാടിക്കൊടുക്കരുത്. അങ്ങനെ അബദ്ധം സംഭവിച്ചെങ്കിൽ തിരിച്ചു വന്ന അഭിഷിക്തന്റെ കയ്യിൽ പിന്നെ നീ സ്നാനപ്പെടണം. കാരണം എന്താ? സ്നാനം യേശുവിൻ്റെ കൽപ്പന, യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന. യേശുക്രിസ്തു നമുക്ക് മാതൃക. യേശു യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമെന്ന അനുഷ്ഠാനം അനുഷ്ഠിച്ച് നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ യേശുവിനേക്കാൾ അപ്പുറം നമ്മൾ വലിയവരല്ല. യേശുവാണ് നമ്മുടെ രക്ഷിതാവെങ്കിൽ, അവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമാണെങ്കിൽ
യേശു കാണിച്ച മാതൃക പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. സ്നാനം യേശുവിൻ്റെ കൽപ്പന. മത്തായി 28-ന്റെ 18, 19, 20 വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, സ്നാനം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇനി സ്നാനം ആർക്ക്? സ്നാനം ഒറ്റ കൂട്ടർക്കാ. അതാർക്കാണ്? ഇന്ത്യക്കാർക്കാണോ? അല്ല. അമേരിക്കക്കാർക്കാണോ? അല്ല. പിന്നെ ആർക്കാ? അമേരിക്ക ആയിരുന്നാലും അന്റാർട്ടിക്ക ആയിരുന്നാലും ഓസ്ട്രേലിയ ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും തമിഴ്നാടായിരുന്നാലും കേരളമാരായിരുന്നാലും പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഏതു സ്ഥലമായാലും ഏത് സ്ഥലത്തുള്ളവനായാലും ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താ ശ്രദ്ധിക്കേണ്ടത്? വിശ്വസിക്കുന്നവനാണ് സ്നാനം. യേശു പറഞ്ഞു മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. തീർന്നില്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, സ്നാനം കേവലം ഒരു കർമ്മമല്ല. സ്നാനം നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക. സ്നാനം പിതാവായ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുക. സ്നാനം യേശുക്രിസ്തുവിൻ്റെ കൽപ്പന. സ്നാനം വിശ്വസിക്കുന്നവർക്കാണ്. ഇന്ന് രാത്രി ആർക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ അവർക്കാ സ്നാനം. അതിന് പ്രായ വ്യത്യാസമില്ല. വിശ്വസിച്ച ആ വിശ്വാസം ഏറ്റു പറയണം. ആ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. അങ്ങനെ സ്നാനപ്പെടുമ്പോൾ ആ സ്നാനത്താൽ അവൻ യേശുവിനോടുകൂടെ പറ്റിച്ചേരുന്നു. അങ്ങനെ യേശുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളെ ചേർപ്പാനാണ് യേശു വരാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ നിങ്ങളൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. അവൻ ആർക്ക് വേണ്ടി വരുന്നു? അവൻ വരുന്നത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്നത്തെ ലോക സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന അനർത്ഥങ്ങൾ, അനിഷ്ടങ്ങൾ, ദേശത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ വിഷയത്തിലാണ്. എന്താ വിഷയം? അന്ത്യകാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാലം, ദുർഘട സമയം വരും എന്നറിയുക. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്, ഇത് അന്ത്യനിമിഷമാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വരവിന് ഇനി അധികം നാളുകളില്ലെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? ദയവായിട്ടൊരു നിമിഷം നമുക്ക് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം.